ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖാണെന്നിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കല്യാണത്തിൻ്റെ വീഡിയോ എനിക്ക് അന്നേരം ഇടാൻ പറ്റിയിട്ടില്ല, കുറച്ച് ലേറ്റായിട്ടോ, കുറച്ച് ഒരുപാട് ലേറ്റായി. രാവിലെയാണ് കേട്ടോ നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. പിന്നെ ഇതുവായൊക്കെ കഴിഞ്ഞു, എല്ലാവരും യാത്ര പറയാം കേട്ടോ. നിക്കാഹിൻ്റെ സമയത്ത് എല്ലാവരും ഇങ്ങനെ യാത്ര പറയുമ്പോൾ ഒരു സന്തോഷം കേട്ടോ, ഏറ്റവും വലിയ സന്തോഷമാണ് അവൻ്റെ ജീവിതത്തിൽ വലിയ കാര്യമാണ് നടക്കുന്നത്. പക്ഷെ നല്ലൊരു സങ്കടവുമാണ് കേട്ടോ. പിന്നെ പോകുന്ന സമയത്തൊരു യാത്ര പറഞ്ഞ് പോകുന്ന സമയത്തൊരു സന്തോഷം എല്ലാം കൂടിയാണ് കേട്ടോ. സങ്കടം വെച്ചാൽ സന്തോഷത്തിൻ്റെ സങ്കടമാണ് കേട്ടോ, അല്ലാതെ വേറെ ഒന്നല്ല. ഇതാണ് കേട്ടോ നമ്മളെ മക്കളെ ഡ്രസ്സ്, മക്കളെ വെച്ചാൽ വീട്ടിലെ എല്ലാവരും കൂടിയില്ല ഡ്രസ്സ് ഇതാണ്. പിന്നെ അതാ പോവാൻ കേട്ടോ, ബസ്സിലെല്ലാവരും പോയി, ചെക്കൻ കാറിൽ കേട്ടോ. പോകുന്ന സമയത്ത് എല്ലാവരും വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ. അങ്ങനെ ഈ കാറിലാണ് പോകുന്നത്. മാഷാല്ലാ അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ പോകുന്നത്. അങ്ങനെ അവർ പോയി. കാലം കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആവും കേട്ടോ വരാൻ. അപ്പോഴത്തേക്ക് എല്ലാവരും റെഡിയാവും. മക്കളൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ എല്ലാവരും വന്നുകൊണ്ടുണ്ട് കേട്ടോ. അതിന് പോകേണ്ടവർ ഫസ്റ്റ് രാവിലെ തന്നെ എത്തിയവരുണ്ട്. പിന്നെ അവരുടെ കൂടെ അവർ ഫാമിലിയൊക്കെ എത്തിയവരൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വരുന്നത്ര. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് കേട്ടോ എൻ്റെ റൂം, നമ്മൾ വീട്ടിലാക്കിയ റൂം. എൻ്റെ ഡ്രസ്സ് ഇതാണ്. അങ്ങനെ എല്ലാവരും വന്നു. നിക്കാഹ് കഴിഞ്ഞിട്ട് അവരെത്താനായി കേട്ടോ. മാഷാല്ലാ പിന്നെ ഫാമിലിയിലെത്തി. അവർ ചെക്കനൊക്കെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അവരെത്തി കേട്ടോ. പിന്നെ നമ്മളങ്ങനെ പുറത്തൊന്നും കഴിയില്ല. പിന്നെ ഫുഡ് കൊടുക്കേണ്ട ടൈമാണ് കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അലസ്യം ബീഫ് ബിരിയാണി ആയിട്ട് ഉണ്ടായിന്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി. ഇവർ കോഴിക്കോടുള്ളവരാണ് കേട്ടോ. ഇവരുടെ നാട്ടിൽ അലസ്യമൊന്നും ഇല്ല. അപ്പോൾ അലസ്യം നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കഴിക്കുന്നതല്ലേ, മധുരമൊക്കെ ഇട്ടിട്ട്. പക്ഷെ അവർ ഗ്ലാസ്സിൽ ഇട്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പായസം ഇങ്ങനെ കുടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. ഇവരൊക്കെ പോകാൻ ഇറങ്ങാം കേട്ടോ. അപ്പോൾ കോഴിക്കോട് നിന്ന് വന്നവരൊക്കെ, കോഴിക്കോട് നിന്ന് വന്നവർ ഇവരും പോയി. കാസർഗോഡ് നിന്ന് വന്നവരും പോകാൻ ഇറങ്ങാം. മംഗലാപുരത്ത് നിന്ന് വന്നവർ നാളെ പോകുന്നില്ല കേട്ടോ. ഏട്ടൻ്റെ മോള് മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയായിരിക്കും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാസർഗോഡ്, മംഗലാപുരം, കോഴിക്കോട് ഇങ്ങനെയുള്ള ഫാമിലിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോകാൻ ഇറങ്ങി. പിന്നെ അവരൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നത്. അപ്പം വീട്ടിൽ എല്ലാവരും വന്നവരൊക്കെ ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞങ്ങളും കൂടി കഴിക്കാം കേട്ടോ. അപ്പം ദൽസ് നമ്മളിങ്ങനെയാണ് കഴിക്കൽ. പിന്നെ ബിരിയാണി അങ്ങനെ ഫാമിലി നമ്മുടെ ഏട്ടത്തിയനിയത്തിമാരെല്ലാവരും ഒന്നിച്ച് കഴിക്കും. കാരണം വൈഫുകൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചു. പിന്നെ പെണ്ണിനെ കൂട്ടാൻ പോവാണ് കേട്ടോ. ഇത് അനിയത്തിയുടെ മോളാണ്. പെണ്ണിൻ്റെ കൂട്ടാൻ പോകുമ്പോൾ പാട്ട് വെച്ച് ഡാൻസൊക്കെയാണ് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല എല്ലാം കൂടെ. എന്ന് വെച്ചാൽ ആർക്കും ഇഷ്ടമില്ല വീഡിയോ ഇടുന്നത്. അപ്പോൾ അവിടെ നിന്ന് മുഖം കാണിക്കൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ കളിക്കുന്നതൊക്കെ എൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്താനായിട്ടോ. പെണ്ണിൻ്റെ വീട്ടിൽ വളക്കന്നൂരാണ് കേട്ടോ പെണ്ണിൻ്റെ വീട്. നാഫിയ എന്ന പേര് പറഞ്ഞിട്ടില്ല, ഇർഷാദ് നാഫിയാണ് കേട്ടോ പേര്. അപ്പോൾ ഇതാണ് ആളെ വീട്. മാഷാല്ലാ നമ്മളിവിടെ എത്തി. എത്തിയോടെ നമുക്ക് വെൽക്കം ഡ്രിങ്കും പിന്നെ എന്തെങ്കിലും സ്നാക്സാണ് ഉണ്ടാവുക കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെങ്ങനെയാണ്. അങ്ങനെ ഇതാ റൂം. എൻ്റെ ഫോണിന് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ റൗണ്ടായിട്ട് കാണുന്നത്. ഇടയ്ക്കിടയ്ക്കാണ് കേട്ടോ അങ്ങനെ വന്നത്. ഇത് ബെഡ്റൂമാണ്. അപ്പോൾ നമ്മൾ പെണ്ണിന് സ്വർണം കൊടുത്തിട്ടാണ് കേട്ടോ കൂട്ടിയിട്ട് വന്നത്. ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല, സ്വർണ്ണമാണ് കേട്ടോ കൊണ്ടുപോയത്. അങ്ങനെ അതും കൊടുത്ത് അവളെ കൂട്ടിയിട്ട് വന്നു. തിരിച്ചു വരുന്നതാണ് കേട്ടോ. അന്നേരം പാട്ടും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലെത്തി. ഇനിയിപ്പോൾ പെണ്ണ് ചെക്കനൊക്കെ അവരുടെ ഫാമിലിയൊക്കെ വന്നു. അവരൊക്കെ പോയി കേട്ടോ. അവർക്കും ഇവിടുന്ന് സ്നാക്സും വെള്ളമാണ് കേട്ടോ, ജ്യൂസുമാണ് കേട്ടോ കൊടുക്കുന്നത്. അതൊക്കെ കൊടുത്ത് അവർ പോയി. ഇനിയിപ്പം പെണ്ണിൻ്റെയും ചെക്കൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞു. അതൊന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റൂല, എന്നുവെച്ചാൽ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് മക്കളെ കളിയാണ് കേട്ടോ. മക്കളെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട്. ഉമ്മ ഉണ്ട് കേട്ടോ അപ്പുറം ഇരിക്കുന്നത്, മക്കളെ കളിയൊക്കെ നോക്കിയിട്ട്. ഫാത്തിമ മോൻ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അതും കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഷോർട്സ് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ. ഒരു മുട്ടായും കൊണ്ട് അവർ കളിക്കുകയാണ്. മാഷാല്ലാ അങ്ങനെ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കപ്പെല്ലാം കഴിഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇനി പെണ്ണും ചെക്കനൊക്കെ പോകുന്നത്, നാഫിർഷാൻ പോകുന്നത്. പിന്നെ നമ്മളും അവൾ പോയതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുകയാണ് മക്കൾ. പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല, കുറച്ചായിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ മക്കൾ കളിക്കുന്നതൊക്കെ.
ഇന്ന് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ. ഇങ്ങനെ മക്കൾ കളിക്കുന്നതൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കുന്നു പാട്ടൊക്കെ കൊടുത്തിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ പാട്ടൊന്നും ഇടാത്തത്. മക്കൾ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. അനിയത്തിമാരും ഏട്ടത്തിൻ്റെ മോനും എല്ലാവരും ഉണ്ട്. എല്ലാവരും കളിക്കുന്നുണ്ട്. പക്ഷെ അവരിത് ഇടാൻ പറ്റൂലല്ലോ. അങ്ങനെ മക്കളിത് മാത്രം ഇട്ടെടുത്തതാണ് കേട്ടോ.